is about the instantaneous description of a push-down automaton. So here, what is meant by an instantaneous description? ID. നമുക്ക് ID എന്ന് പറയാം, ഇൻസ്റ്റന്റേനിയസ് ഡിസ്ക്രിപ്ഷൻ. ദാറ്റ് ഈസ് ഇറ്റ് ഈസ് നമുക്കൊരു സ്ട്രിങ്ങിനെ നമ്മൾ ഡെറിവേഷൻ ചെയ്തിട്ടുണ്ടല്ലോ അല്ലെ, കോണ്ടെക്സ്റ്റ് ഫ്രീ ഗ്രാമറിനകത്ത് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു സ്റ്റാർട്ട് സിമ്പിളിന് നമ്മൾ ഡിറൈവ് ചെയ്ത് ഒരു സെറ്റ് ഓഫ് ടെർമിനൽ സിമ്പിൾസിലോട്ട് എത്തിയാൽ നമുക്ക് എന്ത് പറയാം, ദാറ്റ് സ്ട്രിങ് ഈസ് ആക്സെപ്റ്റഡ് ബൈ ദാറ്റ് ഗ്രാമർ എന്ന് പറയാം. അല്ല, സെയിം വേ നമുക്ക് ഇവിടെ ഒരു ഡെറിവേഷൻ പോലെ, അതായത് നമുക്ക് ട്രാൻസിഷൻസ് വെച്ചിട്ട് ഒരു സെറ്റ് ഓഫ് ട്രാൻസിഷൻസിൽ അപ്ലൈ ചെയ്ത് നമ്മൾ ഓരോ സ്റ്റാക്ക് സിമ്പിളും ഇൻപുട്ട് സിമ്പിളും നോക്കി ലാസ്റ്റ് നമുക്ക് ആ സെറ്റ് ഓഫ് സീക്വൻസ്, നമ്മളൊരു സ്ട്രിങ് തന്നു കഴിഞ്ഞാൽ ആ സീക്വൻസിന് കറസ്പോണ്ടിങ് നമുക്ക് PDA ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ നോക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ഇൻസ്റ്റന്റേനിയസ് ഡിസ്ക്രിപ്ഷൻ യൂസ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് റെപ്രസെന്റഡ് ആസ് എ ടേൺസ്റ്റൈൽ നൊട്ടേഷൻ. ടേൺസ്റ്റൈൽ നൊട്ടേഷൻ എന്ന് പറയുന്നത് ഈ ഒരു നൊട്ടേഷനെയാണ് നമ്മൾ ടേൺസ്റ്റൈൽ നൊട്ടേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ ദിസ് മീൻസ് ദാറ്റ് ഈ ഒരു സിംഗിൾ ടേൺസ്റ്റൈൽ നൊട്ടേഷൻ നമ്മൾ ഇങ്ങനെ മെൻഷൻ ചെയ്താൽ വിച്ച് മീൻസ് ദാറ്റ് ഇറ്റ് റെപ്രസെന്റ്സ് ദ വൺ മൂവ്. ഒരു സിംഗിൾ മൂവ് ആണ് ഈ ഒരു ടേൺസ്റ്റൈൽ നൊട്ടേഷൻ കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത്. അതായത് നമ്മൾ എന്താ Q0 നമ്മൾ സ്റ്റേറ്റ് ഒരു ട്രാൻസിഷൻ നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ, ദാറ്റ് ഈസ് Q0യിൽ നിന്ന് A accept the A input symbol and we have a stack top as A and we will get a particular transition. അല്ലെ, ഒരു Q1ൽ നിന്ന് നമുക്ക് ഒരു ട്രാൻസിഷൻ AZ0 എന്ന് പറയുന്ന ട്രാൻസിഷൻ, ഇപ്പോൾ സപ്പോസ് ഇത് Z0 ആണെങ്കിൽ we will get a transition like this. Q0യിൽ നിന്ന് Q1ലോട്ടേക്ക് പോകും and we will push A on top of the stack. അല്ലെ, ഇതൊരു സിംഗിൾ ട്രാൻസിഷൻ ആണ്. ആ ഒരു സിംഗിൾ മൂവിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ടേൺസ്റ്റൈൽ നൊട്ടേഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് ഇഫ് യു ആർ റെപ്രസെന്റിങ് ആസ് ടേൺസ്റ്റൈൽ, ഇഫ് യു ആർ റെപ്രസെന്റിങ് ഇറ്റ് ആസ് സ്റ്റാർ, വിച്ച് മീൻസ് ദാറ്റ് ഇറ്റ് ഹാസ് ദ സീക്വൻസ് ഓഫ് മൂവ്സ്. അല്ലെ, ഒരു സ്റ്റാർട്ട് ഒരു പെർട്ടിക്കുലർ ഇൻപുട്ട് സിമ്പിളിന് ആ കംപ്ലീറ്റ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഓരോ മൂവും നോക്കി ലാസ്റ്റ് നമുക്ക് ആ സ്ട്രിങ് ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സിമ്പിൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, വിച്ച് മീൻസ് ദ സീക്വൻസ് ഓഫ് മൂവ്സ്. ആ നൊട്ടേഷൻ എന്താണെന്ന് മനസ്സിലാക്കുക. ദാറ്റ് ഈസ് ഇഫ് യു ഹാവ് a transition of the form PBT, that is P represents a state. ഒരു സ്റ്റേറ്റ് ആണ് P represent ചെയ്യുന്നത് and B represents an input symbol which is consumed and T represents the top of the stack. നമ്മൾ ഇവിടെ പറഞ്ഞ പോലെ തന്നെ ട്രാൻസിഷനിൽ നമ്മൾ Q0 A Z0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, Q0 is the state, A is the input symbol and Z0 is the top of the stack. അങ്ങനെയാണെങ്കിൽ ഈ PBT ടേൺസ്റ്റൈൽ നൊട്ടേഷൻ QW ആൽഫ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും, ഈ പിയിൽ നിന്ന് ക്യൂലോട്ടേക്ക് ട്രാൻസിഷൻ നടത്തി വിത്ത് ദ ഇൻപുട്ട് സിമ്പിൾ B ആൻഡ് സ്റ്റാക്ക് ഓഫ് ടോപ്പ് ആസ് T, we have reached a state Q and we have replaced the new string with ഈ ആൽഫ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, റീപ്ലേസ് ചെയ്യുന്നു. ദാറ്റ് ഈസ് ദ മീനിങ് ഓഫ് ദാറ്റ് സിംഗിൾ സ്റ്റെപ്പ്. ഈ ഒരു സിംഗിൾ സ്റ്റെപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത്രയുമാണ്. ഓക്കെ, സോ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഡിറ്റർമിനിസ്റ്റിക് ഫൈനൈറ്റ് ഓട്ടോമാറ്റയിൽ നമുക്ക് ട്രാൻസിഷൻ എന്ന് പറയുന്നത് ലാസ്റ്റ് ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. Q ക്രോസ് സിഗ്മ യൂണിയൻ എപ്സിലോൺ ക്രോസ് ഗാമ ഇംപ്ലൈസ് Q ക്രോസ് ഗാമ സ്റ്റാർ. ഇതെന്താണ് മീൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു സെറ്റ് ഓഫ് ഇൻപുട്ട് സെറ്റ് ഓഫ് സ്റ്റേറ്റ്സ് നമ്മുടെ കയ്യിലുണ്ട്, which are the input symbols that is represented as sigma, and it can also take the epsilon with the input. Either input symbol സെറ്റ് ആവാം അല്ലെങ്കിൽ എപ്സിലോൺ ആവാം. ഇതിനെ നമുക്ക് എങ്ങനെയും കൂടി റെപ്രസെന്റ് ചെയ്യാം, സിഗ്മ സ്റ്റാർ എന്ന് വേണമെങ്കിൽ റെപ്രസെന്റ് ചെയ്യാം. ദാറ്റ് മീൻസ് ഇറ്റ് ഓൾസോ ഇൻക്ലൂഡ് ദ എപ്സിലോൺ ആസ് വെൽ ആസ് ദ അതർ ഇൻപുട്സ്. ആൻഡ് ഗാമ എന്ന് പറയുന്നത് എന്താ, സെറ്റ് ഓഫ് ഇൻപുട്ട് സിമ്പിൾ ദാറ്റ് ക്യാൻ ബി സ്റ്റോർഡ് ഓൺ ദ സ്റ്റാക്ക്. Then we will get a set of states and we will have a set of symbols on the stack. Okay, അതാണ് ഈ ഒരു ട്രാൻസിഷൻ നമ്മൾ ഡിറ്റർമിനിസ്റ്റിക് പുഷ് ഡൗൺ ഓട്ടോമാറ്റിൽ ട്രാൻസിഷൻ ഫംഗ്ഷനെ നമ്മൾ മാപ്പ് ചെയ്തത്. ഓക്കെ, സോ ഹിയർ നമുക്ക് ഓരോ ഇൻസ്റ്റന്റേനിയസ് ഡിസ്ക്രിപ്ഷൻ കാണിക്കുമ്പോഴും നമ്മൾ എന്താ ചെയ്യുക, we will read PDA will read an input symbol and the stack of the top and it will move to the new state and change the symbols of the stack.
അല്ലെ? ഒരു പുഷ് ഡൗൺ ഓട്ടോമാറ്റിൽ ഒരു സ്റ്റേറ്റിന്ന് ഒരു ഇൻപുട്ട് സിമ്പലിനെ റീഡ് ചെയ്തു, സ്റ്റാക്കിന്റെ ടോപ്പിലുള്ള എലമെന്റിനെയും ചെക്ക് ചെയ്തു, എന്നിട്ടാണ് വി വിൽ ഗോ ടു ദ ന്യൂ സ്റ്റേറ്റ് ബൈ ചേഞ്ചിങ് ദ എന്താ സ്റ്റാക്കിന്റെ ടോപ്പിലുള്ള സിമ്പലിനെ ചേഞ്ച് ചെയ്യണം അല്ലെ? സോ നമുക്ക് ഈ ഇൻസ്റ്റന്റേനിയസ് ഡിസ്ക്രിപ്ഷന് നമ്മൾ ഫോർമലി നമ്മൾ ഒരു ട്രിപ്പിൾ ആയിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. നമ്മൾ പറഞ്ഞു ക്യൂ ഡബ്ല്യു ഗാമ, വേർ ക്യൂ ഇസ് ദ കറന്റ് സ്റ്റേറ്റ് ആൻഡ് ഡബ്ല്യു ഇസ് ദ റിമൈനിങ് ഇൻപുട്ട് സിമ്പൽ. ഒരു പ്രാവശ്യം ഇപ്പോൾ സപ്പോസ് അവർ സ്ട്രിങ് ഇസ് എ. ഓക്കെ, ആദ്യത്തെ കേസിൽ നമ്മൾ എന്ത് നോക്കും? എ എന്താണെന്ന് നോക്കും. എ ഇസ് അവർ ഇൻപുട്ട് സിമ്പൽ ആൻഡ് സ്റ്റാക്കിന്റെ ടോപ്പിൽ എന്താണ് ഉള്ളതെന്ന് നോക്കി. ദാറ്റ് ഇസ് Z0 ആണുള്ളതെങ്കിൽ എയും Z0 ആയി കഴിഞ്ഞാൽ നമ്മൾ ഏത് സ്റ്റേറ്റിൽ പോകും? അപ്പോൾ ആ കംപ്ലീറ്റ് സ്റ്റേറ്റ് ആണെങ്കിൽ ഇപ്പോൾ നമ്മൾ എനെ പുഷ് ചെയ്യുവാണെങ്കിൽ ആ എ ഇവിടെ എത്തി. പിന്നെ നമുക്ക് ഉണ്ടാവുന്ന ഇൻപുട്ട് ഏതൊക്കെയാണ്? എ ആയിരിക്കും ഇൻപുട്ട് വരുന്നത്, വിച്ച് വിൽ ബി ദ റെസ്റ്റ് ഓഫ് ദ ഇൻപുട്ട്. ഇതിനെ നമ്മൾ ഒഴിവാക്കി കഴിഞ്ഞാൽ ബാക്കിയുള്ള ഇൻപുട്ടിനെയാണ് നെക്സ്റ്റ് കൺസിഡർ ചെയ്യേണ്ടത്. എഗെയിൻ നമ്മൾ എവിടെ നോക്കും? ദിസ് ഇൻപുട്ട് ഇസ് കൺസിഡേർഡ് ആൻഡ് സ്റ്റാക്ക് ഓഫ് ദ ടോപ്പ് ഇസ് കൺസിഡേർഡ്. എഗെയിൻ നമ്മൾ എനെ പുഷ് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ഇതിനെ റിമൂവ് ചെയ്ത് പിന്നെ ബാക്കിയുള്ള ഇൻപുട്ട് എന്താ? എ മാത്രമാണ് അടുത്ത കൺസിഡർ ചെയ്യേണ്ട ഇൻപുട്ട്. അതാണ് ഇവിടെ റിമൈനിങ് ഇൻപുട്ട് ആയിട്ട് ഡബ്ല്യു എന്ന് ഡിനോട്ട് ചെയ്യുന്നത്. ഓരോ പ്രാവശ്യം ചെയ്യുമ്പോൾ ഇതാണ് ഡബ്ല്യു, നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഇത് ഡബ്ല്യു, നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഇത് ഡബ്ല്യു, റിമൈനിങ് ആയിട്ട് എന്താണോ ഇൻപുട്ട് വരുന്നത് അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ദെൻ ആൽഫ മീൻസ് ദ സ്റ്റാക്ക് കണ്ടൻസ്. ഇവിടെ നമ്മൾ ആദ്യത്തെ കേസിലാണ്, ഈ ഒരു കേസിലാണെങ്കിൽ Z0 ആയിരുന്നു സ്റ്റാക്കിന്റെ ടോപ്പിലുള്ളത്. ഈ ഒരു കേസിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? എനെ പുഷ് ചെയ്തു. സോ Z0 വിൽ ബി ഓൺ ദ ടോപ്പ് ഓഫ് ദ സ്റ്റാക്ക്. നെക്സ്റ്റ് കേസിൽ ഈ ഒരു കേസിൽ എന്താ? എഗെയിൻ എനെ പുഷ് ചെയ്തു. സോ Z0 will be on top of the stack. So this is represented as alpha. First step Z0 ആയിരുന്നു alpha, second step Z0 and third step Z0. So this is how we will represent an ID, that is instantaneous description, by using a triple form Q, W, alpha. Okay. Then next we are going to see an example here. Is it clear? Instantaneous description എന്താണെന്ന് clear ആയോ? Okay. So next we are considering an input or language a raised to n. ഇത് 1 ആണ്. This we are taking n greater than or equal to 1. So a raised to n, b raised to n greater than or equal to 1 is our language. And we the question is like this: give the instantaneous description for the string W equal to AAABBB. This is our string. Then what we have to check? We have to construct the PDA for this language. ഈ ഒരു ലാംഗ്വേജിന് PDA കൺസ്ട്രക്ട് ചെയ്യുകയും വേണം. നമുക്ക് എന്തുകൂടി നോക്കണം? അതിന്റെ ഇൻസ്റ്റന്റേനിയസ് ഡിസ്ക്രിപ്ഷൻ നമ്മൾ എഴുതണം അല്ലെ? ഏത് സ്ട്രിങ്ങിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇൻസ്റ്റന്റേനിയസ് ഡിസ്ക്രിപ്ഷൻ ആണ് എഴുതേണ്ടത്? ഈ ഒരു സ്ട്രിങ്ങിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇൻസ്റ്റന്റേനിയസ് ഡിസ്ക്രിപ്ഷൻ, which means that we can identify whether this string is accepted by this particular PDA or not. നമ്മൾ ഈ ലാംഗ്വേജിനെ ആക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി കൺസ്ട്രക്ട് ചെയ്ത PDA വെച്ചിട്ട് നമ്മൾ എന്ത് നോക്കണം? We have to check whether this string is accepted by that particular PDA. ക്ലിയർ ആണോ? അതാണ് ഇവിടെ ഇൻസ്റ്റന്റേനിയസ് ഡിസ്ക്രിപ്ഷൻ കാണിക്കാൻ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, സോ ഈ ഒരു ലാംഗ്വേജിന്റെ കറസ്പോണ്ടിങ് PDA നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ് ക്ലാസ്സിൽ. സോ ഞാൻ ഇവിടെ ജസ്റ്റ് അതിന്റെ ഡയഗ്രാം ഇതും കാണിച്ചിട്ടുണ്ട്. സോ ദിസ് ഈസ് എ ട്രാൻസിഷൻ ആൻഡ് ദിസ് ഈസ് എ ഡയഗ്രാം ഫോർ ദാറ്റ്. ഓക്കെ, സോ നമ്മൾ ഈ ഒരു കേസിൽ നമുക്ക് ഇൻസ്റ്റന്റേനിയസ് ഡിസ്ക്രിപ്ഷൻ ആണ് ഞാൻ എഴുതാൻ പോകുന്നത്. ഓക്കെ, ID ആണ് എഴുതാൻ പോകുന്നത്. സോ വാട്ട് വിൽ ബി ദ ID ഫോർ ദിസ്? ആദ്യത്തെ കേസ് നമ്മൾ പറഞ്ഞു ഇൻപുട്ട് എന്ന് പറയുന്നത് ഇതാണ് അല്ലെ? ഇൻപുട്ട് ഇസ് ഗിവൺ. സോ our instantaneous description will be a triple. First term is a state, that is Q0 ആണ് ഫസ്റ്റ് സ്റ്റേറ്റ് വരുന്നത്, അത് കൊടുക്കുക. Then we have to give the input string ഏതാണ്, that is AAABBB is our input string. And what is on the top of the stack? എന്താണ് ഫസ്റ്റ് കേസിൽ? ആദ്യത്തെ കേസിൽ നമ്മൾ സ്റ്റാക്ക് എന്തായിരിക്കും? empty ആയിരിക്കും, which is equal to Z0. So this is our triple or IDE. Next we have to use a turnstile notation and we have to check the input, that is ഇവിടെ Q0 ൽ നിന്ന് ഇൻപുട്ട് സിമ്പിൾ നമ്മൾ ഫസ്റ്റ് കൺസിഡർ ചെയ്യുന്നത് A ആണ് ആൻഡ് സ്റ്റാക്ക് ഓഫ് ടോപ്പ് ഇസ് Z0. Then we have to check the transitions. ഇവിടെ തന്നിരിക്കുന്ന ട്രാൻസിഷൻസ് നോക്കുക. കറസ്പോണ്ടിങ് Q0 A Z0 വരുന്ന ട്രാൻസിഷൻ എന്താണ്? This is our transition Q0 A Z0. Then what is the step that we have to perform? We have to go to Q1 and we have to
എന്താ ഇൻസേർട്ട് ദ എ ഓൺ ടോപ്പ് ഓഫ് ദ സ്റ്റാക്ക് അല്ലെ. അപ്പോൾ ഇവിടെ നടക്കേണ്ടത് എന്താണ്? വി ഹാവ് ടു മൂവ് ടു Q1 ആൻഡ് ഇവിടെ നമ്മൾ ഓൾറെഡി എ കൺസിഡർ ചെയ്ത് കഴിഞ്ഞു. സോ വി ക്യാൻ എലിമിനേറ്റ് ദാറ്റ് എ. റെസ്റ്റ് ഓഫ് ദ ഇൻപുട്ട് മാത്രമാണ് വരിക. ദാറ്റ് ഇസ് കോമ എ എ ബി 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 will be the remaining input and next what we are inserting on the top of the stack ഒരു a നെ നമുക്ക് ടോപ്പിൽ ഇൻസേർട്ട് ചെയ്യണം. സോ അവർ സ്റ്റാക്ക് symbols will be a z0. Clear ആണോ? So we are taking a z0, we are taking an input a and stack of top is z0. Then we have to check the transition and it is equivalent for this transition and we have got the transition as Q1 a z0. അപ്പോൾ ഇവിടെ നിന്ന് എന്താണോ ഇൻപുട്ട് ചെയ്തത് അത് എലിമിനേറ്റ് ചെയ്തു. Then we have inserted the symbol on top of the stack a. അപ്പോൾ ഇതാണ് നമുക്ക് ട്രാൻസിഷൻ വന്നത്. ഓക്കെ, ടേൺ സ്റ്റൈൽ നൊട്ടേഷൻ വെച്ചിട്ട് ഒരു മൂവ് നമ്മൾ കാണിച്ചു. ഇനി നെക്സ്റ്റ് മൂവ് എങ്ങനെ വരും? We have to take a Q1, the input is a and here stack of top is a. അപ്പോൾ നമുക്ക് ഏതാണ് ട്രാൻസിഷൻ വരിക? ട്രാൻസിഷൻ ഓഫ് Q1 a a അല്ലെ. Q1 വന്നു, a input symbol, a is on top of the stack and what we have to do? We have to go to Q1 itself and we have to input on the top of the stack. a എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ മീനിങ്? സ്റ്റാക്കിന്റെ ടോപ്പിലോട്ടേക്ക് ഇൻപുട്ട് ചെയ്യുക. So what will be our triple? Q1. Then we have to remove this a, then a b b b and we have stack of top as a z0. ആ ഇവിടെ നിന്ന് മൂവ് ചെയ്ത z0 ഇവിടെ ഇൻസേർട്ട് ചെയ്തു സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, സോ നെക്സ്റ്റ് ട്രാൻസിഷൻ വിൽ ബി എന്തൊക്കെയാണെന്ന് പറഞ്ഞു? Q1 a is our input symbol, a is on top of the stack. Then again what transition we have to apply? Second transition we have to apply and എന്ത് വരും? again a നെ നമ്മൾ എന്ത് ചെയ്തു? ഇതിന്റെ അകത്തോട്ടേക്ക് പുഷ് ചെയ്തു. that is Q1. then we have to eliminate a. ഓക്കെ, ഇതെന്തുകൊണ്ട് എലിമിനേറ്റ് ചെയ്യുന്ന? ഓരോ സ്റ്റെപ്പിലും നമ്മൾ എന്താ ചെയ്യുന്നത്? വി ആർ കൺസിഡറിങ് ഈച്ച് ഓഫ് ദ ഇൻപുട്ട് സിമ്പൽ. ഓരോ ഇൻപുട്ട് സിമ്പലിന് 1 by 1 ആയിട്ട് കൺസിഡർ ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ ഓരോ സ്റ്റെപ്പിലും ഓരോ ഇൻപുട്ട് സിമ്പൽ എലിമിനേറ്റ് ആയി നമ്മൾ എന്ത് ചെയ്യും? അഗെയിൻ വി ആർ ഈ സെക്കൻഡ് ട്രാൻസിഷൻ ആണ് അപ്ലൈ ചെയ്യേണ്ടത്. സോ വി ഹാവ് ടു പുഷ് എ ഓൺ ടോപ്പ് ഓഫ് ദ സ്റ്റാക്ക്. സോ വി വിൽ ഗെറ്റ് a z0. Okay, so next case Q1 b and a. That is Q1 b and a. Third transition we will have to move to Q2 and epsilon. What is the meaning of epsilon here? Epsilon എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് എന്താ? We have to pop it, right? Okay, so we have to move to Q2, then we have to eliminate b here and we have to pop off. അല്ലെ, a നെ പോപ്പ് ചെയ്തു. അപ്പൊ നമുക്ക് ബാക്കി എന്താ ഉണ്ടാവുക? a z0. Okay, and in next step Q2 b and a. So Q2 b and a, what we have to perform? We have to perform pop operation. So we have to move to Q2 itself and by eliminating the input symbol b and we will pop this a. So we will have a z0. Okay, and in next case this is Q2, this is input symbol is b and this one is stack top is a. So we have to take the same transition and we have to pop a. So we will have Q2, ഇവിടെ b remove ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ബാക്കി എന്താ ഉണ്ടാവുക? epsilon and we will have z0. Next we have to check Q2 epsilon and z0. Q2 epsilon and z0, what we will get? Q3 z0. That is നമുക്ക് വരുന്നത് Q3 and this will be epsilon അല്ലെങ്കിൽ നമുക്ക് എന്ത് കൊടുക്കാം? z0. അതായത് ഇൻപുട്ട് സിമ്പൽ എലിമിനേറ്റ് ചെയ്ത് കഴിഞ്ഞു. We have reached at the Q3 which is the final state. So from this a set of instantaneous description, ഇതാണ് നമ്മൾ ഇത്രയും ആണ് എന്താ one or more moves നമ്മൾ പറഞ്ഞിട്ടില്ലേ? ഇത്രയും ചെയ്തപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി? We have identified that the string a b is accepted by this particular PDA. ഈ ഒരു PDA ഈ ഒരു സ്ട്രിങ്ങിനെ ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലായി. ഓക്കെ, സിമിലർ ടു ഡെറിവേഷൻ, നമ്മൾ ഡെറിവേഷൻ ചെയ്ത പോലെയാണ്. ബട്ട് ഇതിന്റെ എന്താണ് ട്രിപ്പിളിൽ വരുന്ന ടേംസ് എങ്ങനെയാ വരുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. ക്ലിയർ? അപ്പൊ ഈ ഒരു കേസിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ആക്സെപ്റ്റിംഗ് സ്റ്റേറ്റ് രണ്ട് കേസിൽ നമ്മൾ പറയും. അത് ഡീറ്റെയിൽ ആയിട്ട് പിന്നെ എക്സ്പ്ലെയിൻ ചെയ്യാം. ഇപ്പൊ ജസ്റ്റ് ഞാൻ പറയുന്നതാണ്. ആക്സെപ്റ്റൻസ് ക്യാൻ ബി ഓഫ് ടു ടൈപ്പ്, ഐദർ വിത്ത് empty stack and with empty or final state.
ഓക്കെ, അതായത് നമുക്ക് രണ്ട് രീതിയിൽ അക്സെപ്റ്റൻസ് പറയാം. ഒന്നിക്ക് സ്റ്റാക്ക് എം ടി ആയി എന്നുള്ള കേസിൽ ഒരു സ്ട്രിങ് അക്സെപ്റ്റ് ചെയ്തു എന്ന് പറയാം. അല്ലെങ്കിൽ നമുക്ക് എന്താ പറയാം, ഇഫ് ഇറ്റ് റീച്ചസ് എ ഫൈനൽ സ്റ്റേറ്റ് വി ക്യാൻ സേ ദാറ്റ് സ്ട്രിങ് ഇസ് അക്സെപ്റ്റഡ് ബൈ ദ PDA. അപ്പൊ നമ്മൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഈ ഒരു ട്രാൻസിഷൻ വെച്ചിട്ട് നമ്മൾ പറഞ്ഞിരിക്കുന്നത് എന്താ, Q3 എത്തിയപ്പോ Z0 ആണ്. Z0 എന്ന് പറഞ്ഞാൽ അവിടെ നമ്മൾ എം ടിനെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. പക്ഷെ നമ്മൾ ഇവിടെ കാണിച്ചിരിക്കുന്നത് എന്താ, ദിസ് ഇസ് ആക്സെപ്റ്റഡ് ബൈ ടേക്കിംഗ് ഇറ്റ് ആസ് എ ഫൈനൽ സ്റ്റേറ്റ്. ഇനി ഇതിന് പകരം ഞാൻ ഇവിടെ Q3 ആബ്സലോൺ എന്ന് കൊടുക്കുവാണെങ്കിൽ അതിന്റെ മീനിങ് എന്താ, നമ്മൾ സ്റ്റാക്കിനെ കംപ്ലീറ്റ് എം ടി ആക്കി, സ്റ്റാക്കിൽ ഇപ്പൊ ഒന്നുമില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം, we are saying that the string is accepted by taking the empty stack. അങ്ങനെ രണ്ട് രീതിയിൽ നമുക്ക് അക്സെപ്റ്റൻസ് പറയാം. ഏത് രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാലും കറക്റ്റ് ആണ്. ക്ലിയർ? ഇസ് ദർ എനി ഡൗട്ട്? ഇൻസ്റ്റന്റേനിയസ് ഡിസ്ക്രിപ്ഷൻ ക്ലിയർ ആണോ? Is it okay? നെക്സ്റ്റ് ഈ ക്വസ്റ്റ്യൻ ഒന്ന് എഴുതിയെടുക്കുക. ഒന്ന് ചെയ്യാൻ പറ്റുമോ നോക്കി, ഇൻസ്റ്റന്റേനിയസ് ഡിസ്ക്രിപ്ഷൻ എങ്ങനെ കിട്ടുമെന്നൊന്ന് നോക്കി. So this is our PDA. PDA നമ്മൾ ഇത് ഓൾറെഡി ചെയ്തതാണ്. ദാറ്റ് ഇസ് A raised to n, B raised to n, C raised to n. അല്ലെ, ഈ ഒരു കേസിൽ നമുക്ക് എന്ത് പറയാം, ഏത് സ്ട്രിങ് ആണ് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുന്ന സ്ട്രിങ്. സപ്പോസ് ഐ ആം ടേക്കിംഗ് ദ സ്ട്രിങ് ആസ് AABCC. ഇത് നമ്മൾ ചെയ്ത കാര്യമാണ്, PDA കൺസ്ട്രക്ട് ചെയ്ത കാര്യമാണ്. സോ ഞാൻ അതിന്റെ ജസ്റ്റ് ട്രാൻസിഷൻ മാത്രം ഇവിടെ കാണിച്ചിട്ടുണ്ട്. സോ ദിസ് ഈസ് അവർ സ്ട്രിങ്. So we have to check that whether this string is accepted by the PDA. So first of all, we have to describe, or we have to tell the instantaneous description for the string. അപ്പോൾ ഇതാണ് സ്ട്രിങ് എങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, we have to take the initial state Q0 and we have to give the input AABCC and the stack of toppers Z0. Then use the turnstile notation. Then what will be the move? എന്താണെന്ന് പറഞ്ഞു, Q0 is our input, sorry, Q0 is our initial state, A is the input and Z0 is the stack of top. So what will be the transition? എന്താണ് ചെയ്യേണ്ടത്, what is the operation that is performed? Q0 A Z0. Khadija, Akhil Shivi, what is the operation that is performed? Ashish, Abhinav, Abhishek, എന്താ അവിടെ ഓപ്പറേഷൻ പെർഫോം ചെയ്യുന്നത്? എന്താ എന്താണ് ഓപ്പറേഷൻ പെർഫോം ചെയ്യുന്നത്? എനിവൺ? അടുത്ത മൂവ് എങ്ങനെ വരുന്നു എന്ന് പറഞ്ഞേ. സങ്കീർത്തന, ആമിന, അഭിനവ്, അഭിനവ് പുഷ് ചെയ്യുന്നില്ലേ സാർ? ഓക്കെ, ഏനെ പുഷ് ചെയ്യണം. അഭിനവ് അല്ലാതെ വേറെ ആരും ഇല്ലേ ഈ ക്ലാസ്സിൽ? ആരും എന്താ റെസ്പോണ്ട് ചെയ്യാത്ത, മനസ്സിലാവായിട്ടാണോ? So this is the push operation that is performed. So we have to go to Q0 itself and we have to eliminate A. So we will get A, B, C, C, comma, A, Z0. Okay. Then next move will be, we have Q0, input is A and stack of top is A. So we have go to second transition and we have to make the push operation. അപ്പോൾ നമുക്ക് എന്ത് വരും, Q0 ഈ A നെ eliminate ചെയ്തു. So we will get B, C, C. And we have A, Z0. Okay, so next is Q0, then B and A. Q0, B and A. What is the operation that is performed? ഈ രണ്ടിന്റെ കേസും we have said that it is push operation. ഇവിടെ നടക്കുന്നത് എന്ത് ഓപ്പറേഷൻ ആണ്? Q, A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഇറ്റ് റിമെയിൻസ്, സ്റ്റാക്ക് സിമ്പിൾ റിമെയിൻസ് ദ സെയിം. നമ്മൾ ഒരു ഓപ്പറേഷനും പുഷും പോപ്പും ഒന്നും നടത്തുന്നില്ല അല്ലെ. അപ്പൊ അതെങ്ങനെയാണ് വരിക, Q0 നിന്ന് ബിയും എയും ആക്സെപ്റ്റ് ചെയ്തപ്പോൾ നമ്മൾ Q1 തന്നെ പോകുന്നുണ്ട്, Q1 മൂവ് ചെയ്യുന്നുണ്ട്. ബട്ട് ദ സ്റ്റാക്ക് സിമ്പിൾ റിമെയിൻസ് ദ സെയിം, ദാറ്റ് ഇസ് A itself. അപ്പൊ നമുക്ക് എന്ത് വരും, Q1 വരും. ദെൻ ഇൻപുട്ട് നമ്മൾ ഓൾറെഡി
നോക്കിക്കഴിഞ്ഞു. ദാറ്റ് ഇസ് വി വിൽ ഗെറ്റ് സീസ് റിമൈനിങ് ഇൻപുട്ട് സിമ്പൽ ആസ് സി സി ആൻഡ് സ്റ്റാക്ക് വിൽ റിമെയിൻ ആസ് സച്ച്. എന്താണോ ഉള്ളത് അത് അതുപോലെ കിടക്കും. ദാറ്റ് ഇസ് എ സെറ്റ് 0. ഒരു ഓപ്പറേഷൻ പുഷും പോപ്പും നടക്കുന്നില്ല. ഓക്കെ, സോ നെക്സ്റ്റ് ഇസ് Q1. Input symbol is C and stack of top is A. So Q1 C A. What is the operation that is performed here? ഈ മൂന്ന് കേസിലും എന്ത് ഓപ്പറേഷൻ ആണ് പെർഫോം ചെയ്യുന്നത്? We have epsilon here. എന്താണ് ഓപ്പറേഷൻ? That is pop operation we are performing. അല്ലെ, epsilon വരുന്ന കേസിൽ. So pop operation ചെയ്യുമ്പോൾ എന്താണ്? Q2 ലോട്ടേക്ക് പോകുന്നുണ്ട്. We have the remaining input as C and pop operation is performed. So 1A is removed from the top of the stack. Next is Q2 C and A. Q2 C and A, again we have to perform the pop operation and we have to move in Q2 itself. Q2 ഈ C നോക്കിക്കഴിഞ്ഞു, epsilon I, then we have Q0. Okay, so next we have to check Q2 epsilon and Z0. That is this move. Okay, then we will reach at the final state. And here ഇവിടെ കണ്ടോ, epsilon ആണ് കൊടുത്തിരിക്കുന്നത്. That is we are telling that we are emptying the stack. നേരത്തെ നമ്മൾ നോക്കിയാൽ എന്താ, ഫൈനൽ സ്റ്റേറ്റിൽ റീച്ച് ചെയ്ത കേസ് ഇവിടെ Z0 ആയിരുന്നു കൊടുത്തത്. ദാറ്റ് ഇസ് ആക്സെപ്റ്റിംഗ് ആസ് എ ഫൈനൽ സ്റ്റേറ്റ്. ഇവിടെ വരുന്നത് എംപ്റ്റി സ്റ്റാക്ക്, അതായത് ഈ Z0 ഉള്ളതും നമ്മൾ റിമൂവ് ചെയ്തു, പോപ്പ് ഓഫ് ചെയ്തു എന്നുള്ള മീനിങ് കാണിക്കുന്നതാണ്. സോ വി വിൽ ഗെറ്റ് Q3 ആൻഡ് epsilon. ഓക്കെ, ഇപ്പൊ രണ്ട് രീതിയിൽ അക്സെപ്റ്റൻസ് നമ്മൾ പറഞ്ഞു, എംപ്റ്റി സ്റ്റാക്ക് യൂസ് ചെയ്തിട്ടും ഫൈനൽ സ്റ്റേറ്റ് യൂസ് ചെയ്തിട്ടും. Okay, so this will be the instantaneous description. So when we reaches the final state or when the stack is empty, we can say that the string is accepted by the corresponding PDU. Clear? Next, clear എല്ലാവർക്കും? So next is we have in last class we have this. നേരത്തെ ക്വസ്റ്റ്യനില് Q0 എന്ന് Q1ലേക്ക് പുഷ് ചെയ്യുമ്പോൾ തന്നെ പോയിനല്ലോ. ഏതാണ് ഏറ്റവും ആദ്യം കാണിച്ചതില് Q0യിൽ നിന്ന് ഫസ്റ്റ് മൂവ് ആണോ പറയുന്നത്? അതിനകത്ത് Q0 എന്ന് Q1ലേക്ക് എങ്ങനെയാ പോയെ പുഷ് ചെയ്യുമ്പോ? Q0യിൽ നിന്ന് A ഇൻപുട്ട് ചെയ്തു, Z0. അതിവിടെ നമുക്ക് ട്രാൻസിഷൻ ഉണ്ടല്ലോ, Q0 A Z0. അതെവിടെ എത്തി? Q1ൽ എത്തി. Q1 എന്ന് എനെ പുഷ് ചെയ്തു. അപ്പൊ എന്തായി, ഈ ഫസ്റ്റത്തെ A പോയി, നമുക്ക് എന്ത് മാത്രം ബാക്കി ഉണ്ടാവും? A B B B. എനെ ഇതിലോട്ടേക്ക് ഇട്ടു, സ്റ്റാക്കിലോട്ടേക്ക് ഇട്ടു. മനസ്സിലായോ? ഇതാ ഇതുപോലെ എന്താ Q1 അടുത്തതില് എനെ പുഷ് ചെയ്യുമ്പോ Q0 തന്നെയല്ലേ നിൽക്കുന്നത്? എനെ പുഷ് ചെയ്യുമ്പോ ഇതല്ലേ Q0 Q1 എങ്ങനെ മൂവ് ചെയ്യുന്നത് പറഞ്ഞതാണോ? ഇവിടുത്തെ ട്രാൻസിഷൻ മാത്രമാണോ ഉദ്ദേശിക്കുന്നത്? Q0യിൽ നിന്ന് Q1ലോട്ടേക്ക് പോയത് എങ്ങനെയാണെന്നാണോ? അത് നമുക്ക് വേണമെങ്കിൽ ഇവിടെ Q0യിൽ നിന്ന് നമുക്ക് ഇവിടെ നമുക്ക് ഇതെന്താ ഉദ്ദേശിക്കുന്നത്? A⁻n B⁻m C⁻n ആണ്. അപ്പൊ ഇവിടെ നിന്ന് എത്ര പ്രാവശ്യം വേണമെങ്കിലും A ഇൻപുട്ട് വരുവാണെങ്കിൽ ഇതിൽ നിന്ന് നമുക്ക് കറക്റ്റ് ആയിട്ട് അറിയാം ഇത് ഡിറ്റർമിനിസ്റ്റിക് ആണ്. അതായത് മിഡിൽ എലമെന്റ് നമുക്കറിയാം, B ഉണ്ട് മിഡിൽ എലമെന്റ്. അപ്പൊ അത്ര വരെ A എന്ത് വന്നു കഴിഞ്ഞാലും നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത Q0യിൽ തന്നെ വേണമെങ്കിൽ നിൽക്കാം. അല്ലെങ്കിൽ നമുക്ക് ജസ്റ്റ് എന്ത് ചെയ്യാൻ വേണമെങ്കിൽ ഇവിടെ Z0 ഇവിടെ നിന്ന് A ഇൻപുട്ട് ചെയ്ത് വേണമെങ്കിൽ അടുത്ത ട്രാൻസിഷൻ ആയിട്ട് നമുക്ക് വേണമെങ്കിൽ എന്തെന്നെ കാണിക്കാം, ഈ സെയിം ട്രാൻസിഷൻ കാണിക്കാം. പക്ഷെ ഇവിടെ എന്താ ചെയ്യുന്ന, സെയിം n ടൈംസ് നമുക്ക് എന്ത് തന്നെ ചെയ്യാം, ഈ ഒരു ഓപ്പറേഷൻ പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത്രയും A വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് തന്നെയാണ് ചെയ്യേണ്ടത്, സ്റ്റാക്കിന്റെ ടോപ്പിലോട്ടേക്ക് ഇങ്ങനെ എനെ ആഡ് ചെയ്ത് പോവാണ് വേണ്ടത്. ഇനി എപ്പോഴാണോ B കാണുന്നത് ആ ടൈമിൽ നമ്മൾ എന്ത് ചെയ്യണം, ആ സ്റ്റാക്കിലുള്ള പുഷ് ഓപ്പറേഷൻ നിർത്തി, അതായത് സ്റ്റാക്കിൽ ഒരു ഓപ്പറേഷനും പെർഫോം ചെയ്യാതെ നിന്നിട്ട് എപ്പോഴാണോ C കാണുന്നത് അപ്പോഴും മാത്രം നമ്മൾ എന്ത് ചെയ്താൽ മതി, അടുത്ത പോപ്പ് ഓപ്പറേഷൻ ചെയ്താൽ മതി.
അപ്പൊ അതാണ് ഇവിടെ Q0 തന്നെ നമ്മൾ എപ്പോഴാണോ B കാണുന്നത് ആ ടൈമിൽ നമ്മൾ വേറെ Q1 പോയത്. മനസ്സിലായോ? അടുത്ത C കാണുമ്പോൾ ഇവിടുന്ന് എത്ര B വന്നാലും നമുക്ക് ഈ ഒരു ഓപ്പറേഷൻ തന്നെ നടന്നുകൊണ്ടിരിക്കാം. പിന്നെ ഒരു C വന്നാൽ മാത്രമേ നമ്മൾ അടുത്ത സ്റ്റേറ്റിൽ പോകുന്നുള്ളൂ, ആക്സെപ്റ്റിംഗ്, അതായത് ഈ ഒരു സ്റ്റേറ്റിൽ പോകുന്നുള്ളൂ. പിന്നെ C എത്ര വന്നു കഴിഞ്ഞാലും നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ആക്സെപ്റ്റിംഗ് സ്റ്റേറ്റിലോട്ടേക്ക് പോകാൻ പറ്റും. മനസ്സിലായോ? ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ ഇൻഡിവിജ്വൽ ആയിട്ട് ക്ലിയർ ചെയ്ത് തരാം കേട്ടോ. ബാക്കിയുള്ളവർക്ക് ഡൗട്ട് ഉണ്ടോ? സോ നെക്സ്റ്റ് ഇത് ഒരു കാര്യം കൂടി പറയാനുണ്ട്. ദാറ്റ് ഈസ് നമുക്കിവിടെ ഡിറ്റർമിനിസ്റ്റിക് പി ഡി എ, നമ്മൾ 2 ടൈപ്പ് പി ഡി എ പറഞ്ഞിട്ടുണ്ടല്ലോ. ഏതൊക്കെ? ഡിറ്റർമിനിസ്റ്റിക് പി ഡി എ ആൻഡ് നോൺ ഡിറ്റർമിനിസ്റ്റിക് പി ഡി എ അല്ലെ. അപ്പൊ നോൺ ഡിറ്റർമിനിസ്റ്റിക് പി ഡി എയും ഡിറ്റർമിനിസ്റ്റിക് പി ഡി എയും തമ്മിലുള്ള മെയിൻ ഡിഫറൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഒരു ഡിറ്റർമിനിസ്റ്റിക് പി ഡി ആണെന്ന് നമുക്ക് പറയാം, DPDA. ബിക്കോസ് നമുക്ക് ഇവിടെ WCWR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ സപ്പോസ് ഐ ആം കൺസിഡറിങ് BBA, ഇതൊരു ഈ ഒരു ലാംഗ്വേജ് ആക്സെപ്റ്റ് ചെയ്യുന്ന സ്ട്രിംഗ് ആണല്ലോ. ABB BBA, that is this is W and this is W raised to R. അപ്പൊ ഇതിന്റെ അകത്ത് കറക്റ്റ്ലി നമുക്ക് എക്സാക്ട്ലി നമുക്കറിയാം C ആണ് ഇതിന്റെ മിഡിൽ പോർഷൻ നമുക്കറിയാം. അപ്പൊ ഇത്രയും ABB വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റാക്കിന്റെ ടോപ്പിലോട്ടേക്ക് നമ്മൾ ഇത്രയും പോർഷനെ പുഷ് ചെയ്തുകൊണ്ടിരിക്കും, A B and B എന്ന് പുഷ് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, വെൻ വി ഫൈൻഡ് C, ആ സ്റ്റാക്ക് ഓപ്പറേഷൻ റിമെയിൻസ് ആസ് സച്ച് എന്താണോ ഉള്ളത് അതുപോലെ നിൽക്കും, ഒരു ഓപ്പറേഷനും ചെയ്യില്ല. ഇനി എപ്പോഴാണോ ഇവിടുന്ന് അങ്ങോട്ടേക്ക് പോകുന്നത് അപ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ബിയും തമ്മിൽ മാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഇത് പോപ്പ് ഓഫ് ചെയ്യും. നെക്സ്റ്റ് അടുത്തതും തമ്മിൽ മാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് പോപ്പ് ഓഫ് ചെയ്യും. ഇതും തമ്മിൽ മാച്ച് ചെയ്യുന്നുണ്ട്, ഇത് പോപ്പ് ഓഫ് ചെയ്തു. അങ്ങനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ദിസ് സ്ട്രിംഗ് ABBCBBA is accepted by this പുഷ് ഡൗൺ ഓട്ടോമാറ്റ. ഈ ഒരു പുഷ് ഡൗൺ ഓട്ടോമാറ്റ പറയുന്നത് ഇവിടെ ഒരു സ്ട്രിംഗ് കൂടിയുണ്ട്, A, epsilon and B, epsilon. That is നമുക്ക് ഇവിടെ എന്താ, Q0യിൽ നിന്ന് നമ്മൾ എയും ബിയും എത്ര പ്രാവശ്യം വന്നു കഴിഞ്ഞാലും Z0, അതായത് A ഇൻപുട്ട് സിമ്പൽ ആണ്, Z0 ടോപ്പ് ഓഫ് ദ സ്റ്റാക്ക് ആണ്, B ഇൻപുട്ട് സിമ്പൽ ആണ്, Z0 ടോപ്പ് ഓഫ് ദ സ്റ്റാക്ക് ആണെങ്കിൽ നമ്മൾ എന്താ ചെയ്യുന്നത്, ഇത് പുഷ് ഓപ്പറേഷൻ ആണ് പെർഫോം ചെയ്തത്. ഇവിടെ സെയിം വേ നമുക്ക് എയും ഇൻപുട്ട് സിമ്പൽ എയും സ്റ്റാക്കിന്റെ ടോപ്പിൽ എയും ആണെങ്കിലും ഇൻപുട്ട് സിമ്പൽ എയും സ്റ്റാക്കിന്റെ ടോപ്പിൽ ബി ആണെങ്കിലും അല്ലെങ്കിൽ റിവേഴ്സ് ഓപ്പറേഷൻ ആണെങ്കിലും നമുക്ക് ഇതൊക്കെ ചെയ്യുന്ന എന്താണ്, പുഷ് ഓപ്പറേഷൻ തന്നെയാണ് പെർഫോം ചെയ്യുന്നത്. ഇനി എപ്പോഴാണോ C ഫൈൻഡ് ചെയ്യുന്നത് അപ്പോഴും നമ്മൾ എന്ത് ചെയ്യും, ഒന്നും ചെയ്യാതെ റിമെയിൻ ആ സ്റ്റാക്കിൽ ഓരോ ഓപ്പറേഷനും ചെയ്യില്ല. ഇനി എപ്പോഴാണോ അടുത്ത കേസ് C കഴിഞ്ഞതിന് ശേഷം എപ്പോഴാണോ A ആൻഡ് B കോമ്പിനേഷൻ വരുന്നത് അപ്പൊ നമ്മൾ എന്താ ചെയ്യുക, വി ആർ ഡൂയിങ് ദ പോപ്പ് ഓപ്പറേഷൻ അല്ലെ. ഇനി സ്റ്റാക്ക് എംറ്റി, നമ്മൾ ഇൻപുട്ട് സിമ്പൽ എംറ്റി ആണ്, സ്റ്റാക്ക് എംറ്റി ആയാൽ വി വിൽ റീച്ച് അറ്റ് ദ ഫൈനൽ സ്റ്റേറ്റ്. അപ്പൊ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം എല്ലാ ട്രാൻസിഷനും എല്ലാ ഇൻപുട്ട് സിമ്പിൾസിനും അല്ലെങ്കിൽ സ്റ്റാക്കിന്റെ ടോപ്പിൽ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാലും എല്ലാത്തിനും സെയിം യുണീക്ക് ആയിട്ടുള്ള ട്രാൻസിഷൻ ആണുള്ളത് അല്ലെ. Q0യിൽ നിന്ന് ഏതെങ്കിലും സെയിം ട്രാൻസിഷൻ വരുന്നുണ്ടോ? ഇല്ലല്ലോ. നമ്മൾ ഡിറ്റർമിനിസ്റ്റിക് എന്ന് പറഞ്ഞാൽ എന്താ, ഒരു Q എന്ന് പറയുന്ന സ്റ്റേറ്റിൽ നിന്ന് ഒരു A എന്ന് പറയുന്ന ഇൻപുട്ട് ആക്സെപ്റ്റ് ചെയ്തു. ഇപ്പൊ സ്റ്റാക്കിന്റെ ടോപ്പിലും A ആണെങ്കിൽ നമ്മൾ എന്ത് മാത്രമേ ചെയ്യുള്ളൂ, വി വിൽ ഹാവ് എക്സാക്ട്ലി വൺ മൂവ് അല്ലെ. എക്സാക്ട്ലി ഒരു മൂവ് മാത്രമാണെങ്കിലാണ് നമ്മൾ എന്ത് പറയുന്നത്, വി ആർ സേയിങ് ഇറ്റ് ആസ് ഡിറ്റർമിനിസ്റ്റിക് PDA എന്ന് പറയുന്നത്. ബട്ട് നോൺ ഡിറ്റർമിനിസ്റ്റിക്, ഈ ഒരു ഡയഗ്രം നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം എല്ലാത്തിലും എന്താണ്, സിംഗിൾ ട്രാൻസിഷൻസ് മാത്രമേ എക്സിസ്റ്റ് ചെയ്യുള്ളൂ. But if I am taking an example as L equal to WWR, where W element of A, B star, ഇങ്ങനെ ഒരു കേസ് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു കേസിൽ നമുക്ക് ഇതിന്റെ മിഡിൽ പോർഷൻ എന്താണെന്ന് നമുക്ക് ഡിസൈഡ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. ദാറ്റ് ഇസ് ഇഫ് ഐ ആം കൺസിഡറിങ്, നമുക്ക് ഈ ഒരു കേസിൽ എങ്ങനെയാണ് വേണ്ടത്, BBA ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം, ദിസ് ഇസ് W and this is W raised to R, റിവേഴ്സ് ഓഫ് W1. പക്ഷെ ഇതിൽ നമുക്ക് ഇതാണ് എക്സാക്ട്ലി നമുക്ക് നോക്കിയാൽ മിഡിലാണ് ഇതാണെന്ന് അറിയാം, പക്ഷെ അത് ഡിറ്റർമിൻ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ ചില കേസിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ഒരു അസംഷൻ നടത്തേണ്ടി വരും ഒരു മിഡിൽ എന്നുള്ള കേസിൽ. സപ്പോസ് ഞാൻ ഇവിടെ ഇങ്ങനെ കൺസിഡർ ചെയ്യുവാണെങ്കിൽ ഇത് സപ്പോസ് ഞാൻ മിഡിൽ ആണെന്നുള്ളൊരു അസംഷൻ നമ്മൾ നടത്തേണ്ടി വരും. ആ ഒരു കേസിലാണ് ഇതൊരു നോൺ ഡിറ്റർമിനിസ്റ്റിക് PDA ആണ്. ദാറ്റ് ഇസ് ഇതിൽ തന്നെ നമുക്ക് രണ്ട് മൂവ്, ഒരേ കാര്യത്തിന് രണ്ടിലധികവും മൂവ് വരാം. ദാറ്റ് ഇസ് ഒന്നിൽ തന്നെ പുഷ് ഓപ്പറേഷൻ വരാം, ഒന്നിൽ തന്നെ പോപ്പ് വരാം, അല്ലെങ്കിൽ ഒന്നിൽ തന്നെ റിമെയിൻ സെയിം
അൺചേഞ്ച്ഡ് വരാം. ഈ 3 ഓപ്പറേഷൻസ് ഒരു സിംഗിൾ ട്രാൻസിഷനിൽ എക്സിസ്റ്റ് ചെയ്യാം. ആ ഒരു കേസിലാണ് നമ്മൾ പറയുന്നത് ഇറ്റ് ഇസ് എ നോൺ ഡിറ്റർമിനിസ്റ്റിക് PDA ആണെന്ന് പറയുന്നത്. ഓക്കെ, സോ വി വിൽ ഹാവ് ദ ട്രാൻസിഷൻ ലൈക്ക് ദിസ്. ദാറ്റ് ഇസ് ഈ ഒരു കേസിൽ വരുന്നത് Q0യിൽ നിന്ന് നമുക്ക് എന്താ A അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാലും Z0 ആണ് ടോപ്പ് ഓഫ് സ്റ്റാക്ക് എങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? എനെ പുഷ് ചെയ്യണം. B ആണ് ഇൻപുട്ട്, Z0 ആണ് സ്റ്റാക്ക് ഓഫ് ടോപ്പ്, ദെൻ വി ഹാവ് ടു പുഷ്. അല്ലെ, നമ്മൾ ആദ്യത്തെ കേസിൽ A വന്നാലും B വന്നു കഴിഞ്ഞാലും നമ്മൾ എന്താ ചെയ്യേണ്ടത്? സ്റ്റാക്കിന്റെ ടോപ്പിലോട്ടേക്ക് എനെയും ബിനെയും ഈ ബിനെയും നമ്മൾ ഇൻസേർട്ട് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. പുഷ് ഓപ്പറേഷൻ ആണ് ചെയ്യേണ്ടത്. അതാണ് ഇവിടെ കാണിച്ചത്. ഇനി സപ്പോസ് നമ്മൾ എഗെയിൻ നമുക്ക് അവിടെ തന്നെ എയും സ്റ്റാക്കിന്റെ ടോപ്പിൽ എഗെയിൻ എയും ആണ് വരുന്നതെങ്കിലും നമ്മൾ എന്ത് തന്നെയാണ് ചെയ്യേണ്ടത്? ഈ ഒരു കേസിൽ ആദ്യത്തെ കേസിലാണ് നമ്മൾ ഇത് പറഞ്ഞത്. Z0 ആണ് നമ്മൾ ഇൻപുട്ട് സിമ്പൽ എ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? എനെ സ്റ്റാക്കിന്റെ ടോപ്പിലോട്ടേക്ക് ഇടുന്നു. സെയിം വേ നമുക്ക് Z0 ആണ് ബി ആണ് വരുന്നതെങ്കിലും നമ്മൾ എന്ത് ചെയ്യുന്നു? ബിനെ സ്റ്റാക്കിന്റെ ടോപ്പിലോട്ടേക്ക് ഇടുന്നു. ഇനി ഈ ഒരു കേസ് വരുന്നത് എങ്ങനെയാ? ഇൻപുട്ട് സിമ്പൽ എ ആൻഡ് സ്റ്റാക്ക് ഓഫ് ടോപ്പ് എ. എഗെയിൻ എ വരുവാണ്. അപ്പൊ ഇൻപുട്ട് സിമ്പൽ എ ആണ്, സ്റ്റാക്കിന്റെ ടോപ്പിൽ എ ആണെങ്കിൽ എഗെയിൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആ എനെ തന്നെ പുഷ് ചെയ്യാണ് ചെയ്യേണ്ടത്. അതായത് ഒരു പെർട്ടിക്കുലർ സെന്റർ പോയിന്റ് വരെ നമ്മൾ ഈ പുഷിങ് തന്നെയാണ് ചെയ്യേണ്ടത്. അതിനുശേഷം മാത്രമാണ് നമ്മൾ ഇപ്പോൾ ഇതാണ് സെന്റർ എങ്കിൽ ആ സെന്റർ പോയിന്റ് വരെ പുഷിങ് ചെയ്ത് അതിനുശേഷം മാത്രമാണ് പോപ്പ് അപ്പ് ചെയ്ത് പോകേണ്ടത്. അപ്പൊ ബി വന്നു കഴിഞ്ഞാലും ഈ സ്റ്റാക്കിന്റെ ടോപ്പിൽ ബി ആണെങ്കിലും അഗെയിൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ബിനെ പുഷ് ചെയ്യണം ചെയ്യേണ്ടത്. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇഫ് ഇറ്റ് ഇസ് ദി ഇൻപുട്ട് സിമ്പൽ ഇസ് ബി, stack of top is B, again we have to push B. Okay, and if A is the input symbol, B is on stack of top, we have to push B itself. Okay, അതുപോലെ തന്നെ ബി തിരിച്ചു ആണെങ്കിലും നമ്മൾ എന്ത് ചെയ്യേണ്ടത്? പുഷ് ഓപ്പറേഷൻ തന്നെയാണ് ചെയ്യേണ്ടത്. ഇനി ഇതിൽ തന്നെ നമ്മൾ സപ്പോസ് നമ്മൾ ഒരു ഇൻപുട്ടിനകത്ത് നമ്മൾ സപ്പോസ് ഇതാണ് നമ്മൾ മിഡിൽ ആയിട്ട് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഇനി ഈ ഒരു കേസിൽ ബി ആണ് ഇൻപുട്ട് സിമ്പൽ, അതായത് ബി ആണ് സ്റ്റാക്കിന്റെ ടോപ്പിലുള്ളത്. എഗെയിൻ നമ്മൾ ബി വരുവാണെങ്കിൽ നമുക്കിപ്പോ പറയാം ഈ ഒരു കേസിൽ നമുക്ക് എന്ത് പറയാം? ഇപ്പൊ നമ്മൾ റിവേഴ്സ് ഓപ്പറേഷൻ ആണ് ഇവിടെ ഉള്ളത് അല്ലെ, റിവേഴ്സ് ആണോ എന്നുള്ളതാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് പാലിൻഡ്രോം എന്നുള്ള കേസ്. അപ്പൊ ആ ഒരു കേസിൽ ഇപ്പൊ ഇവിടെ ബി ആണ്, എ ബി 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 എ ആണെങ്കിൽ ഇതാണ് നമ്മളെ മിഡിൽ എങ്കിൽ ഈ ബിയും ഈക്വൽ ആണെങ്കിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പോപ്പ് ഓഫ് ചെയ്യുന്നത്. അതുപോലെ ഈ ബിയും ഈക്വൽ ആണെങ്കിൽ പോപ്പ് ഓഫ് ചെയ്യും, എയും ഈക്വൽ ആണെങ്കിൽ പോപ്പ് ഓഫ് ചെയ്യും. ഓക്കെ, സോ നമുക്ക് ഇവിടെ ഒരു ട്രാൻസിഷൻ കൊടുക്കാം. ദാറ്റ് ഇസ് Q1 ഒരു ട്രാൻസിഷൻ വരാം വേർ എ ഇൻപുട്ട് സിമ്പൽ ആൻഡ് എ is on the top of the stack, we can pop off. Okay, B is on the input symbol and B is on the top of the stack, we can pop it off. Okay, ഇനി അടുത്ത കേസ് ഇതിന് ശേഷം നമ്മൾ ഇപ്പൊ ഒരു മിഡ് എടുക്കുകയാണെങ്കിൽ ആ മിഡിന് ശേഷം വരുന്നതെല്ലാം നമ്മൾ എന്താ ചെയ്യേണ്ടത്? പോപ്പ് ഓഫ് ചെയ്യാണ് വേണ്ടത്. സോ എ വി ഹാവ് ടു പോപ്പ്, ബി ആണ് വരുന്നെങ്കിൽ വി ഹാവ് ടു പോപ്പ്. അതായത് ഈ സിമിലർ ആണ് എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത് അല്ലെ. ഇതും ഈക്വൽ ആണ്, അതായത് റിവേഴ്സ് ആണ് വരുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു ഓപ്പറേഷൻ നടന്നത്. ഇനി ഇതെല്ലാം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? ഇൻപുട്ട് സിമ്പൽ എംറ്റി ആണ്, സ്റ്റാക്കിന്റെ ടോപ്പിലും എംറ്റി ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ആ സ്റ്റാക്ക് ഓഫ് ടോപ്പിൽ എംറ്റിനെസ് തന്നെ വരുന്നു. വി വിൽ റീച്ച് അറ്റ് ദ ഫൈനൽ സ്റ്റേറ്റ്. അപ്പൊ ഈ ഒരു കേസ് നമ്മൾ നോക്കുവാണെങ്കിൽ നമുക്ക് Q0യിൽ നിന്ന് ട്രാൻസിഷൻ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ Q0യിൽ നിന്ന് എ ആക്സെപ്റ്റ് ചെയ്ത് ഇൻപുട്ട് സിമ്പൽ എയും സ്റ്റാക്കിന്റെ ടോപ്പിൽ എയും ആണെങ്കിൽ നമ്മളിപ്പോ ഇൻസ്റ്റന്റേനിയസ് ഡിസ്ക്രിപ്ഷൻ കൺസിഡർ ചെയ്യാം. ഓക്കെ, സപ്പോസ് ഐ ആം കൺസിഡറിങ് ആസ് ഒരു ഇൻപുട്ട് സിമ്പൽ ഞാൻ എടുക്കുന്നു Q0 എ എടുത്തു. ഓക്കെ, Z0 is our സ്റ്റാക്ക് ടോപ്പ്. അങ്ങനെയാണെങ്കിൽ ഇതാണ് നമ്മൾ ഇൻപുട്ട് സ്ട്രിങ് കൊടുത്തത്. അപ്പൊ Q0യിൽ നിന്ന് എ ആക്സെപ്റ്റ് ചെയ്ത് Z0 ആണ് ടോപ്പ് ഓഫ് ദ സ്റ്റാക്ക് എങ്കിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? എനെ പുഷ് ചെയ്യുന്നു. So we will go to Q0 itself and remaining input will be A and we will push it onto the stack AZ0. ഇനി അടുത്ത കേസിൽ എന്താ വരിക? Q0 എ ഇൻപുട്ട് ചെയ്തു, എ ആ സ്റ്റാക്കിന്റെ ടോപ്പിലുള്ളത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ ഒരു ട്രാൻസിഷൻ ഉണ്ട്, എ ഇസ് ഇൻപുട്ട് ആൻഡ് എ ഇസ് ഓൺ ടോപ്പ് ഓഫ് ദ സ്റ്റാക്ക്. ഇവിടെയും സെയിം ട്രാൻസിഷൻ, എ ഇസ് ഇൻപുട്ട് ആൻഡ് എ ഇസ് ഓൺ ദ ടോപ്പ് ഓഫ് ദ സ്റ്റാക്ക്. ബട്ട് ഇവിടെ നടക്കുന്നത് എന്താ? വി ആർ ഡൂയിങ് പുഷ് ഓപ്പറേഷൻ. ഇവിടെ നടക്കുന്നത് എന്താ? പോപ്പ് ഓപ്പറേഷൻ ആണ്. അപ്പൊ രണ്ട് കേസ് വരും സെയിം ഇൻപുട്ടിന്. അപ്പൊ ഇതിന് രണ്ട് രീതിയിൽ നമുക്ക് ട്രാൻസിഷൻ വരാം. ദാറ്റ് ഇസ് ഒന്നിക്ക് എന്ത് വരാം? Q0 എ then if you are pushing then നമുക്ക് എന്ത് വരും? Z0 വരും. ഓക്കെ, ഇനി ഇവിടെ അത് പോപ്പ് ഓപ്പറേഷൻ ആണ് നമ്മൾ പോകുന്നതെങ്കിൽ എന്ത് വരും? ഇവിടെ എ വരും, ഈ ഒരു എനെ പോപ്പ് ഓഫ് ചെയ്ത് പോകും, Z0 വരും. മനസ്സിലായോ? അപ്പൊ സെയിം ഇൻപുട്ടിന്
അതായത് ഇവിടെയും സെയിം ട്രാൻസിഷൻ, അതായത് എന്താ same input symbol with same element of the top of the stack, we can do two operation, either push or pop operation. So we can say that അങ്ങനെയുള്ള കേസിലാണ് നമ്മൾ എന്ത് പറയുന്നത്, it is non-deterministic എന്ന് പറയുന്നത്. Okay, so normally if we are taking a PDA, we can say that ഒരു PDA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏത് ടൈപ്പ് ഓഫ് PDA ആണ് നമ്മൾ പറയുന്നത്, നോൺ ഡിറ്റർമിനിസ്റ്റിക് PDA ആണ് പറയുന്നത്. ഡിറ്റർമിനിസ്റ്റിക് PDA എന്ന് സ്പെസിഫൈ ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു കേസ് വരാൻ പാടില്ല. ഓക്കെ, രണ്ട് രീതിയിലുള്ള ട്രാൻസിഷൻസ് ഒരേ ഇൻപുട്ടിനും ഒരേ സ്റ്റാക്ക് സിംബലിനും അങ്ങനെ എക്സിസ്റ്റ് ചെയ്യാൻ പാടില്ല. ഓക്കെ, is it clear difference between a deterministic and a non-deterministic PDA? അപ്പോൾ ഈ ഒരു ലാംഗ്വേജിന്റെ കേസ് ഇത് നോൺ ഡിറ്റർമിനിസ്റ്റിക് ആണ്. നമ്മൾ ലാസ്റ്റ് നോക്കിയ WCWR എന്ന് പറയുന്ന കേസ് ഡിറ്റർമിനിസ്റ്റിക് PDA.